what's up my lads? Welcome back to Rex and Tricks. So guys, അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ വീട്ടിലിരുന്നപ്പോഴത്തേക്ക് നമ്മൾ 2-3 ദിവസമായിട്ട് നല്ല അടിപൊളി പഴുത്ത ചിക്കു, അതായത് നമ്മുടെ സക്കോ എന്ന് പറയും, ആ ഫ്രൂട്ട് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകും. നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കിഡിലൻ ചിക്കു ഷേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് നല്ല കിഡിലൻ ഒരു ചിക്കു ഷേക്ക് ആണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ചിക്കു ഷേക്ക് അടിക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഒരു ബൂസ്റ്റ്, ഒരു 3 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്ത ചിക്കു. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഷേക്ക് അടിക്കാനായിട്ട് വേണ്ടത്. പിന്നെ അവസാനത്തെ ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് നട്ട്സും നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ചിക്കു ഷേക്ക് അടിക്കാനായിട്ട് വേണ്ടത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കു പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ പിടിച്ച സക്കു, അതായത് നമ്മുടെ ചിക്കു ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത് നല്ല പഴുത്ത ചിക്കു ആണ് കേട്ടോ. ഇത് നമ്മൾ ഫുള്ളായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമ്മുടെ ഒരു ശരിക്കും കുറച്ചുകൂടെ ഒരു കട്ടിപ്പാലാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കട്ടിപ്പാലില്ല. നമ്മളൊന്ന് ഐസിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഫുൾ പാക്കറ്റ്, മിൽമയുടെ ഒരു ഫുൾ പാക്കറ്റ് പാലാണ്. അപ്പോൾ അത് നമ്മൾ ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം പഞ്ചസാര, കാരണം നമ്മുടെ ചിക്കുയിൽ ഓൾറെഡി കുറച്ച് മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ ടീസ്പൂണിന് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ശരിക്കും നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മുടെ ബൂസ്റ്റ്, അതായത് നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ബൂസ്റ്റ്. അപ്പോൾ ഇത് ഒരു 5 രൂപയുടെ ഒരു പാക്കറ്റാണിത്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സോ ഗൈസ്, ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു ഷേക്കിനകത്ത് ചേർത്തിട്ടുള്ളൂ. ശരിക്കും അഡ്വാൻസ് ആയിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങളോടൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടും നമ്മുടെ ആ ഒരു ലൈവ്ലിഹുഡിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡിലാണ് നമ്മൾ ഈ ഷേക്ക് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. പിന്നെ ഗൈസ്, അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത് കറക്റ്റായിട്ട് അരയത്തൊന്നുമില്ല നമ്മുടെ മിക്സിയിൽ. കുറച്ച് നട്ട്സ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും നമ്മളിതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മേളിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ എങ്കിലും കുറച്ച് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സി ജാർ നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് നമ്മളിത് അടി തുടങ്ങാനായിട്ട് പോവുകയാണ്. ഈശ്വരാ, സോ ഗൈസ്, നമ്മളൊരു 5 മിനിറ്റോളം ഇപ്പോൾ നമ്മുടെ മിക്സി വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമ്മളൊന്ന് സ്പൂൺ ഇട്ട് നോക്കാൻ പോവാണ്. ഒരുപാട് തിക്കല്ല, നല്ല ലൂസാണ്. അപ്പോൾ നമുക്കിത് ഐസിട്ട് വേണമെന്ന് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കാനായിട്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഷേക്ക് എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഞാൻ ഏകദേശം ഉദ്ദേശിച്ചത് ഈ ഒരു പരുവമാണ്. ഒരുപാട് തിക്കാവാത്ത രീതിയിൽ ഇങ്ങനെ വലിച്ചു കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിക്കു നമ്മളിത് ഈ ഒരു ഗ്ലാസ്സിലോട്ട് നമ്മൾ ഒഴിച്ച് മാറ്റുകയാണ്. സോ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സ് നമ്മൾ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഡെക്കറേഷന് വേണ്ടി മാത്രമല്ല, അത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസം കൂടെ ഉണ്ടാവും. അപ്പോൾ അത് വീട്ടിലുള്ളവർ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത നല്ല കിഡിലൻ ചിക്കു ഷേക്ക്. സോ ഗൈസ്, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ടേസ്റ്റിംഗ് ആണ്. അപ്പോൾ വേറെ ഇവിടെ ടേസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സെൽഫായിട്ട് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ടുള്ള പരിപാടിയാണ്. ഷുഗർ കുറച്ച് കൂടുതൽ ആയിപ്പോയെന്നൊരു സംശയമുണ്ട്. പക്ഷേ അത്രയും പഞ്ചസാര നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഇത്രയും ഷുഗർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ചിക്കുവിന് ഓൾറെഡി കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഷുഗർ ആഡ് ചെയ്യാണ്ടിരിക്കാനായിട്ട് നോക്കുക. അതാണ് കുറച്ചുകൂടെ ഹെൽത്തി. പക്ഷേ ഇത്രയും ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് സംഭവത്തിന്. പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരു സിപ്പ് എടുത്ത് നോക്കാം. കുറച്ച് ഐസ് കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ വേറെ ലെവൽ ഫീലായിരിക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. കുറച്ച് ഐസ് കൂടെ ഒക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ എന്തായാലും
കിഡിലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും എല്ലാവർക്കും